2031 ലക്ഷ്യമിട്ടുകൊണ്ട് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കം ശക്തിപ്പെടുത്തും. ശ്രീനാരായണ ഗുരു ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതം എന്ന മതമേ ഇല്ലല്ലോ എന്ന്. കാരണം ബ്രിട്ടീഷുകാരുടെ സെൻസസ് റിപ്പോർട്ടിൽ ആദ്യകാലത്തൊന്നും ഹിന്ദു ഇല്ല. ആ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം കാർഷിക പ്രശ്നങ്ങൾ. എന്നാൽ പിന്നീട് അവസാന കാലത്ത് അത് വർഗീയമായിട്ട് വഴിതെറ്റിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് 1929 തിരുനാവായിൽ നടന്നിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ സമ്മേളനമാണ്. തിരുനാവായ അതിനിപ്പോൾ പ്രസക്തിയുണ്ട്. ഇവിടെയാണിപ്പോൾ അടുത്ത കാലത്തായി ഒരു മഹാമഹൻ നടത്തിയല്ലോ. ആരാണ് ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിന് മുൻകൈയെടുക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിലെ വലതുപക്ഷ നേതൃത്വമാണ്. മുഞ്ചയാണ് ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ ഫാസിസ്റ്റ് സംഘടനയെ അനുകരിച്ചുകൊണ്ടാണ് ഇവിടെ RSSൻ്റെ ശാഖകൾ ക്രമീകരിക്കുന്നത്. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഹിന്ദു മഹാസഭയും RSSും മറ്റും പ്രചരിപ്പിച്ചിരുന്നത് നിർബന്ധ മതപരിവർത്തനം ഇവിടെ നടന്നു എന്നാണ്. ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ, അടിച്ചമർത്തലുകൾ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അങ്ങേയറ്റം ദുരിതമയമായിട്ടുള്ള നടപടികൾ, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ക്രിസ്ത്യാനിയാവുന്നത്, അതുപോലെ മുസ്ലിം ആവുന്നത് എന്നതാണ്. ഇവിടെ എൻ്റെ വിഷയം സനാതനധർമ്മത്തിൻ്റെ, സനാതന രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ വഴികൾ എന്ന വിഷയമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ചൊരു പുസ്തകം ചിന്താ പബ്ലിഷേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട്, സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അതിന് തൊട്ട് മുമ്പ് ചിന്താ പബ്ലിഷേഴ്സ് അല്ല, മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്, കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അതിലെ പ്രതിപാദ്യങ്ങൾ ഇന്നത്തെ കേരളത്തിൽ വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഹിന്ദുത്വം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നത്? ഇപ്പോൾ കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 2016 അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അന്ന് ബംഗാളിൽ BJPക്ക് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്, 10% വോട്ടും. ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ BJPക്ക് എത്രയാണ് വോട്ട്? 3. വോട്ട് എത്രയാണ്? 14%. മനസ്സിലായില്ലേ? അപ്പോൾ 2031 ലക്ഷ്യമിട്ടുകൊണ്ട് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കം ശക്തിപ്പെടുത്തും എന്നാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പദ്ധതി രാജ്യത്തിലെ സംഘപരിവാർ ശക്തികൾ നടപ്പാക്കിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ശ്രീനാരായണ ഗുരു ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതം എന്ന മതമേ ഇല്ലല്ലോ എന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ സെൻസസ് റിപ്പോർട്ടിൽ ആദ്യകാലത്തൊന്നും ഹിന്ദു ഇല്ല. ആര്യമതം എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആര്യ സമാജം അതിലെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ 1911 സെൻസസോടുകൂടി, അതിന് മുമ്പെയുള്ള സെൻസസുകൾ ആര്യ, ബ്രഹ്മോ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിൽ 1911 സെൻസസോടുകൂടി ഹിന്ദു എന്ന പേരിൽ ചേർക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ 1920 ഹിന്ദു മഹാസഭ നിലവിൽ വന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഹിന്ദുത്വ ദേശീയവാദം ശക്തിപ്പെട്ടു. ഇന്നും RSS അവകാശപ്പെടുന്നത് എന്താണ്? തങ്ങളുടേത് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. RSSനെ സ്വയം അവർ വിശേഷിപ്പിക്കുന്ന ദേശീയ പ്രസ്ഥാനമാണ്. ചരിത്രത്തിൽ ഏതാ ദേശീയ പ്രസ്ഥാനം? സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, അതിനെയാണ് ദേശീയ പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടതാണ് ദേശീയവാദം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുന്നത് എന്നാണിപ്പോൾ ആഖ്യാനം നടത്തുന്നത്. അപ്പോൾ 1920 ഈ ഹിന്ദുത്വ എന്ന പേരിലുള്ള ദേശീയവാദം, സങ്കുചിത ദേശീയവാദം ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ശക്തിപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. 1921 മലബാർ കലാപം സൃഷ്ടിച്ചിട്ടുള്ള അലിയൊലികൾ, ആ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം കാർഷിക പ്രശ്നങ്ങൾ.
എന്നാൽ പിന്നീട് അവസാന കാലത്ത് അത് വർഗീയമായിട്ട് വഴിതെറ്റിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള EMS മലബാർ കലാപത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ അവസരത്തിൽ കൃത്യമായി ആ കലാപത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും അടയാളപ്പെടുത്തിയത്. ഒന്ന്, ജന്മിത്വ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ തുടരാനുള്ള ആഹ്വാനം, അതോടൊപ്പം താക്കീത്. വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യമാണ്. അന്ന് ഈ മലബാർ കലാപത്തിൻ്റെ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വലിയ പ്രചരണം ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിലുള്ളതിനേക്കാളും അഖിലേന്ത്യാ തലത്തിലാണ് ഈ ഹിന്ദുത്വ വർഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചത്. അതിൽ സവർക്കർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. സവർക്കറുടെ സംഘടനയായിട്ടുള്ള ഹിന്ദു മഹാസഭയും 1921 ശേഷമുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിൽ മലബാർ കലാപത്തെ അതിക്രൂരമായി അടിച്ചമർത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് അന്നത്തെ കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തില്ല എന്ന കാരണത്താൽ കോൺഗ്രസിനെ അന്നത്തെ വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിലെ സാധാരണക്കാർ വെറുത്തു. ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഹിന്ദു മഹാസഭ ശക്തിപ്പെടുത്താനും അതിൻ്റെ ഭാഗമായി ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അത് 1929 തിരുനാവായിൽ നടന്നിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ സമ്മേളനമാണ്. തിരുനാവായ അതിനിപ്പോൾ പ്രസക്തിയുണ്ട്. ഇവിടെയാണിപ്പോൾ അടുത്ത കാലത്തായി ഒരു മഹാമഹം നടത്തിയല്ലോ, അല്ലേ? മഹാമഹം മാത്രമല്ല, നമ്മുടെ പല പ്രദേശങ്ങളിലിപ്പോൾ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഹിന്ദു സമ്മേളനങ്ങൾ പലയിടത്തും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ജില്ലാടിസ്ഥാനത്തിൽ ഏകതാ സമ്മേളനങ്ങൾ. ആ ഏകത ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 1929 മെയ് മാസം ആദ്യവാരത്തിലാണ് തിരുനാവായിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനം ചേരുന്നത്. കൗതുകരമായിട്ടുള്ള കാര്യം, ആരാണ് ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിന് മുൻകൈയെടുക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിലെ വലതുപക്ഷ നേതൃത്വമാണ്. പേരുകളുണ്ട്. വലതുപക്ഷ നേതൃത്വമാണ് തിരുനാവായിലെ ഹിന്ദു മഹാസഭ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അന്ന് മാതൃഭൂമി പത്രം ഇതിൻ്റെ കൂടെ, വലതുപക്ഷ കോൺഗ്രസിൻ്റെ കൂടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വമുള്ള അല്ലമീൻ ഇതിനെതിരായിട്ട് കോൺഗ്രസ് എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന ചോദ്യം ഉയർത്തുകയുണ്ടായി അല്ലമീൻ. പക്ഷേ തിരുനാവായ സമ്മേളനം വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഡോക്ടർ BS മുഞ്ചെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ BS മുഞ്ചെ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. വിശദാംശങ്ങൾ കടന്നു പോകുന്നില്ല. ആ സമ്മേളനം ഈ BS മുഞ്ചെ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് 1929 RSS രൂപീകരണത്തിന് ശേഷമാണ്. 1925 RSS രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ 20കളിൽ രൂപപ്പെട്ട ഹിന്ദു മഹാസഭ, 1925 രൂപപ്പെട്ട RSS, ഇതിൻ്റെ രണ്ടിൻ്റെയും ആശയതലം രൂപപ്പെടുത്താൻ വേണ്ടി പ്രധാനപ്പെട്ട സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ BS മുഞ്ചെ. ആ മുഞ്ചെയാണ് ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇറ്റലിയിലെ അവിടുത്തെ ഫാസിസ്റ്റ് സംഘടനയെ അനുകരിച്ചുകൊണ്ടാണ് ഇവിടെ RSSൻ്റെ ശാഖകൾ ക്രമീകരിക്കുന്നത്. ശാഖകളിൽ ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിപ്പിക്കണം എന്ന് ഇറ്റലിയിലെ അവിടുത്തെ ബാലില പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ രീതികളെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ രൂപീകരിക്കുന്നത്. ഈ നിലക്ക് ഇവിടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് നടത്തിയിട്ടുള്ള ഇടപെടൽ പക്ഷെ വേണ്ടത്ര വിജയിച്ചില്ല. അതിന് കാരണമുണ്ട്. കാരണം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഹിന്ദു മഹാസഭയും RSSും മറ്റും പ്രചരിപ്പിച്ചിരുന്നത് നിർബന്ധ മതപരിവർത്തനം ഇവിടെ നടന്നു എന്നാണ്. പക്ഷേ തിരുനാവായ സമ്മേളനത്തിൽ നിലമ്പൂർ കോവിലകത്തിലെ കല്യാണിക്കുട്ടിയമ്മ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. മഹിളാ സമ്മേളനത്തിലെ പ്രസംഗം. അന്ന് മാതൃഭൂമി പത്രത്തിൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. അവർ പറയുന്നത് ഈ മതപരിവർത്തനം നിർബന്ധിതമല്ല, പിന്നെയോ
ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ, അടിച്ചമർത്തലുകൾ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അങ്ങേയറ്റം ദുരിതമയമായിട്ടുള്ള നടപടികൾ, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ക്രിസ്ത്യാനിയാവുന്നത്, അതുപോലെ മുസ്ലിം ആവുന്നത് എന്നതാണ്. കല്യാണക്കുട്ടിയമ്മ കൃത്യമായിട്ട് അതിൽ പറയുകയാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വ ആശയ പദ്ധതി രൂപപ്പെടുത്താൻ അന്നേ പരിശ്രമിച്ചിട്ടുണ്ട്.